ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സുകൾ നമ്മളിങ്ങനെ കണ്ടുവരികയാണ്. ഡിസംബർ 20 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഇതുവരെ ഡിസംബർ 20 വരെയുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തതും അതിനകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 21 മുതൽ 23 വരെ, 21, 22, 23 3 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഡിസംബർ 21 ഒരു പ്രത്യേകത. ലോക ധ്യാന ദിനം. ലോക ധ്യാന ദിനം. ലോകത്ത് ആദ്യമായിട്ടാണ് ഈ ലോക ധ്യാന ദിനം ആചരിക്കുന്നത്. ശാരീരികവും മാനസികവുമായ ആരോഗ്യവും ക്ഷേമവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു ലോക ധ്യാന ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസംബർ 21 എന്തായിട്ട് ആചരിക്കുന്നു? ലോക ധ്യാന ദിനമായിട്ട് ആചരിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ദിവസം ആചരിക്കുന്നത്. ഇനി മുതൽ എല്ലാ വർഷവും ഡിസംബർ 21 എന്തായിരിക്കും? ലോക ധ്യാന ദിനം ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു വാർത്ത നോക്കാം. സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിനെ UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിച്ചു. അപ്പോൾ UN നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർപേഴ്സൺ ആയിട്ട് നിയമിച്ച ഇന്ത്യയിലെ ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ. നോട്ട് ചെയ്തോളൂ. അപ്പോൾ ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിനെ UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർപേഴ്സൺ ആയിട്ട് നിയമിച്ചു. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. രാജ്യത്തിൻ്റെ വനമേഖലയിൽ വർധന ഉണ്ടായതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നു. നമ്മുടെ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതാണ്. ഏത്? രാജ്യത്തിൻ്റെ വനമേഖലയിൽ വർധന ഉണ്ടായി എന്ന് പറയുന്ന റിപ്പോർട്ട്. അതായത് ഇന്ത്യ ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം രാജ്യത്തിൻ്റെ, അതായത് ഇന്ത്യയുടെ മൊത്തം വനവിസ്തൃതി എന്ന് പറയുന്നത് 8,27,357 ചതുരശ്ര കിലോമീറ്റർ ആണ്. 8,27,357 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തം വനവിസ്തൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പുതിയ ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിലെ ആകെ വനവിസ്തൃതി എത്രയാണ്? 8,27,357 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വനവിസ്തൃതി എന്ന് പറയുന്നത് 2023 റിപ്പോർട്ട് പ്രകാരം. ഇത് ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 25.17%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇന്ത്യയിലെ വനവിസ്തൃതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകെ എത്ര ശതമാനമാണ്? ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 25.17% ഇന്ത്യയുടെ ആകെ വനവിസ്തൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആകെ വനവിസ്തൃതി എത്രയാണ്? 25.17%. 25.17% ഇന്ത്യയുടെ ആകെ വനവിസ്തൃതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 25.17% വനവിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ശതമാനക്കണക്ക് മറക്കാതിരിക്കുക. പരീക്ഷയ്ക്കൊക്കെ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാം. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട് ആയതുകൊണ്ട് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 25.17% ഇന്ത്യയിലെ വനം എന്നതാണ് പുതിയ കണക്ക്. അതുപോലെ ഡിസംബർ 23 ഒരു പ്രത്യേകത, ദേശീയ കർഷക ദിനം. ദേശീയ കർഷക ദിനമാണ് ഇന്ന് ഡിസംബർ 23. ദേശീയ കർഷക ദിനം ഡിസംബർ 23 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മവാർഷികമാണ് ഈ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ കർഷകർ നൽകിയ സംഭാവനകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുക എന്നതാണ് ഈ ഒരു കർഷക ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ 23. ഇനി നമുക്ക് ISROയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനാണ് നോക്കാൻ പോകുന്നത്. ISROയുടെ സ്പേഡെക്സ് മിഷൻ, അതായത് ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഒരു പുതിയ ദൗത്യമാണ് എന്ന് പറയുന്നത് സ്പേഡെക്സ് മിഷൻ എന്ന് പറയുന്നത്. ഈ ഡിസംബർ 30 വിക്ഷേപിക്കും എന്നാണ് ISRO അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV-60 ആണ്. PSLV-60 ആണ് ഈ ISROയുടെ സ്പേഡെക്സ് മിഷന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഡിസംബർ 30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്.
ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ISROയുടെ പുതിയ ദൗത്യമാണ് സ്പേഡെക്സ് മിഷൻ. ഇതിൻ്റെ പ്രത്യേകത ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മിഷനാണ് എന്ന് പറയുന്നത് സ്പേഡെക്സ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, SDX-01 ചേസറും SDX-02 ടാർഗറ്റ് എന്നിങ്ങനെയുള്ള 2 ഉപഗ്രഹങ്ങൾ, ഇതിൻ്റെ രണ്ടിനെയാണ് അവിടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വിക്ഷേപിച്ചതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക. ISROയുടെ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന പുതിയ ദൗത്യമാണ് എന്ന് പറയുന്നത് സ്പേഡെക്സ് മിഷൻ എന്ന് പറയും. ഓക്കെ, അത് 30-ാം തീയതി വിക്ഷേപിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് കൂടുതൽ വിശദങ്ങൾ ഇതിനകത്ത് പറയാം. ഓക്കെ, ഇനി ദാണ്ട അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പുതിയ ചെയർമാനെ നിയമിച്ചിരിക്കുന്നു. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെയാണ് എന്തായിട്ട് നിയമിച്ചിരിക്കുന്നത്? പുതിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായിരിക്കുന്ന ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് കണ്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ അത് തിരുത്തി എഴുതിക്കോളുക. പുതിയ ഫുൾ ടൈം ചെയർമാനായിട്ട് ആര് വന്നിട്ടുണ്ട്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ നിയമിതനായിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു പുരസ്കാരം നോക്കാം. 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായത് ട്രിപ്പിൾ ജമ്പ് താരമായ അബ്ദുള്ള അബൂബക്കറാണ്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ മികച്ച കായിക താരത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ജിമ്മി ജോർജ് പുരസ്കാരം. അപ്പോൾ 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അബ്ദുള്ള അബൂബക്കർ. ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുള്ള അബൂബക്കർ. ഓക്കെ, 2023 മുരളി ശ്രീശങ്കറിനായിരുന്നു ലോങ് ജമ്പ് താരം. മുരളി ശ്രീശങ്കറിനായിരുന്നു 2023 ആ പുരസ്കാരം കിട്ടിയത്. 2024 ആർക്കാണ്? അബ്ദുള്ള അബൂബക്കർ. അപ്പോൾ മികച്ച കായിക താരത്തിനുള്ള 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന ആരാണ്? അബ്ദുള്ള അബൂബക്കർ. അടുത്തൊരു വാർത്ത നോക്കാം. 2024 മിസ് കേരള ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മേഘ ആന്റണിയാണ്. ആരാണ്? മേഘ ആന്റണിയാണ് 2024 മിസ് കേരള ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കാതോർത്ത് എന്ന് പറയും. അതായത് ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിങ്ങും ഓൺലൈൻ കൺസൾട്ടേഷനും ഒക്കെ വഴി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് കാതോർത്ത് എന്ന് പറയുക. അതായത് ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായം, സൗജന്യ കൗൺസിലിങ്, ഓൺലൈൻ കൺസൾട്ടേഷൻ ഇതൊക്കെ ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുക കാതോർത്ത് എന്ന് പറയുക. അതായത് ഇവർക്ക് എന്ത് ചെയ്യാം? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് കൗൺസിലിങ്ങോ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളോ നിയമോപദേശമോ പോലീസ് സഹായമോ ഇതൊക്കെ എന്ത് ചെയ്യും? ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കും. 2021 ഫെബ്രുവരി മുതലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഓക്കെ, അപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുക കാതോർത്ത് എന്ന് പറയാം. അപ്പോൾ ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിങ്ങും ഓൺലൈൻ കൺസൾട്ടേഷനും വഴിയൊക്കെ സഹായം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് കാതോർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളൊരു 9 പോയിന്റ് പഠിച്ചു. ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഡിസംബർ 21 ലോക ധ്യാന ദിനം. മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിനെ എന്തായി നിയമിച്ചു? UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർപേഴ്സണായിട്ട് നിയമിച്ചു. രാജ്യത്തിൻ്റെ വനമേഖലയിൽ വർധനവുണ്ടായി. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 25.17% നിലവിൽ വനം എന്ന് പറയുന്നത്. ഇനി ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. ISRO വിക്ഷേപിക്കാൻ പോകുന്ന പുതിയ മിഷനാണ് സ്പേഡെക്സ് മിഷൻ എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ പുതിയ ദൗത്യമാണ് ഇത് സ്പേഡെക്സ് മിഷൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെ എന്തായിട്ട് നിയമിച്ചു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ചു. 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായത് ട്രിപ്പിൾ ജമ്പ് താരമായ അബ്ദുള്ള അബൂബക്കർ. 2024 മിസ് കേരള മേഘ ആന്റണി. അതുപോലെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് കാതോർത്ത്. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിങ്ങും ഓൺലൈൻ കൺസൾട്ടേഷൻ വഴിയൊക്കെ ഏർപ്പെടുത്തുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് കാതോർത്ത് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുള്ളത്. എപ്പോഴും പറയാറുള്ള പോലെ എഴുതി പഠിക്കുക. 2024 നവംബർ 1 മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. എല്ലാവരും 1 മുതൽ കാണുക, നോട്ട് ചെയ്ത് വെക്കുക. 2025-26 വരാൻ പോകുന്ന പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടുത്താതെ ഇരിക്കാം. ഓക്കെ, അതുപോലെ ഗെയിൻ നോളജിൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാരണം നമ്മുടെ അഡ്മിഷനൊക്കെ ഏകദേശം ക്ലോസിംഗ് സ്റ്റേജിലാണ്. ഇനി ഒരു 1-2 പേർക്കും കൂടെയൊക്കെ അവസരമുള്ള ആരെങ്കിലും ഇനി പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ, കാരണം സെക്രട്ടേറിയറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ ഡിസംബർ 31 കൂടി വരും. ഇനി ആർക്കെങ്കിലും ഒന്ന് നമ്മുടെ മിഷനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക് യു.